ക്രിസ്തു ഏറ്റെടുത്ത കുരിശ് ഒരു ലളിതമായ സഹനമായിരുന്നില്ല. വീണുപോയ മനുഷ്യവർഗത്തിനോടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമാണ് ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം. അവിടെ ന്യായവിധിക്ക് പകരം നമുക്ക് കൃപ ലഭിക്കുന്നു. പ്രതികാരത്തിന് പകരം ദൈവം വീണ്ടെടുപ്പ് നൽകുന്നു. ശിക്ഷയ്ക്ക് പകരം യേശു മനുഷ്യരാശിയുടെ കഷ്ടപ്പാടുകളെ സ്വീകരിക്കുന്നു. തൻ്റെ അവസാന ശ്വാസം വരെ തന്നെ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും യേശു ക്ഷമയും രക്ഷയും പ്രദാനം ചെയ്യുന്നു. അതെ, നമ്മുടെ ജീവൻ്റെ ഏക പ്രത്യാശയാണ് ക്രൂശ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്നത് രക്ഷാപദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവാണ്. യേശു കാൽവറി ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴമളക്കുവാൻ ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ അനന്ത സ്നേഹവും സാത്താൻ്റെ സ്വാർത്ഥത നിറഞ്ഞ ഇടുങ്ങിയ വഴികളും ഒരുമിച്ച് മുഖാമുഖം കൂട്ടിമുട്ടുന്നൊരിടമാണ് ക്രൂശ്. ക്രിസ്തു തന്നെത്താൻ മറുവിലയായി മനുഷ്യവർഗത്തിനു വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കുമ്പോൾ സാത്താൻ സ്വാർത്ഥതയോടെ അവനെ വിഴുങ്ങിക്കളയുവാൻ എന്ന ഭാവേന കഷ്ടപ്പാടും വേദനകളും അഴിച്ചുവിട്ടു. ഓരോ മനുഷ്യ വ്യക്തിയും മരിക്കേണ്ട സാധാരണ മരണമല്ല ക്രിസ്തു തൻ്റെ മേൽ ഏറ്റെടുത്തത്. അതുകൊണ്ട് യേശു സഹിച്ച ക്രൂശിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ ആർക്കും തന്നെ സാധിക്കുന്നതല്ല. വിജയത്തിൻ്റെ ഒരേ ഒരു വഴി ക്രൂശിൻ്റെ മാർഗമാണ്. അതുകൊണ്ടാണ് യേശു ആ മാർഗത്തിലൂടെ പോകുന്നത് തടയാൻ സാത്താൻ തന്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചത്. ക്രൂശിൻ്റെ പ്രവർത്തനം സ്വീകരിക്കാൻ മനസ്സുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതെ, ക്രൂശ് ഒരവസാനമല്ല, അത് പുനരുത്ഥാന ജീവനിലേക്കുള്ള പ്രത്യാശയുടെ യാത്രയാണ്. ക്രൂശിൻ്റെ അനുഭവം സ്വീകരിക്കുന്ന ഒരു വിശ്വാസി അവൻ മറ്റുള്ളവരാൽ എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടാലും അവൻ ആത്യന്തികമായി ദൈവത്താൽ നീതീകരിക്കപ്പെടുക തന്നെ ചെയ്യും. പത്രോസ് ശ്ലീഹ എഴുതിയ 1 ലേഖനം 2 അധ്യായം 21 വാക്യം പറയുന്നു, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ബൈബിൾ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തിലെ സഹനം കേവലം ശിക്ഷയോ അർത്ഥശൂന്യമായ വേദനയോ അല്ല, മറിച്ച് വിശ്വാസം ഉറയ്ക്കുവാനും ദൈവത്തോട് നമ്മെ അടുപ്പിക്കുവാനും ക്രിസ്തുവിൻ്റെ കുരിശിലെ സഹനത്തോട് ചേർന്ന് രക്ഷാകരമായ വഴിയിൽ സഞ്ചരിക്കുന്നതിനുമുള്ള അവസരങ്ങളാണ്. ക്രൂശിൻ്റെ അനുഭവം ഒരു വിശ്വാസിയുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിപ്പിക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോട് ചേർന്ന് സഹിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ അവൻ്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേരുകയാണ്. ക്രിസ്തീയ ജീവിതത്തിലെ വേദനകളെ ക്രിസ്തുവിൻ്റെ സഹനത്തിലുള്ള പങ്കാളിത്തമായി മനസ്സിലാക്കണമെന്നാണ് പത്രോസ് ശ്ലീഹ ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ സഹനങ്ങളെ സ്ഫുടം ചെയ്യുന്ന അഗ്നിയോടാണ് ശ്ലീഹ ഉപമിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സഹനം ഉത്ഥാനത്തിലൂടെ മഹത്വീകരിക്കപ്പെടുന്നത് പോലെ നമ്മുടെ ക്രിസ്തീയ സഹനങ്ങൾ യുഗാന്ത്യത്തിലാണ് പൂർണ്ണ മഹത്വത്തിലെത്തുന്നത്. സഹനം എന്നത് ഒരു വലിയ പാഠശാലയാണ്. അവിടെ നമ്മെ ഇടിച്ചും പൊടിച്ചും തല്ലിച്ചതച്ചും ഊതി തെളിച്ചും ഉരുക്കി വാർത്തും ഒരു പുതിയ സൃഷ്ടിയാക്കുന്നു. മുറിവേറ്റ കുഞ്ഞാട് ഇടയനോട് ചേർന്നിരിക്കുന്നത് പോലെ സഹനം നമ്മെ ദൈവത്തോട് അടുപ്പിക്കും. ജീവൻ നൽകിയ ക്രിസ്തുവിൻ്റെ സ്വന്തമാകുന്നതുവരെ ഉടയവനാൽ തന്നെ സഹനങ്ങളാൽ നമ്മെ ഉരുക്കി വാർക്കപ്പെടുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. തീയിലെറിയാതെ സ്വർണം മാറ്റുള്ളതാകില്ല. അതുപോലെ നമ്മുടെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കറ തീർന്നതാകണമെങ്കിൽ സഹനമെന്ന തീച്ചുളയിലൂടെ നാം കടന്നു പോയേ പറ്റൂ. മദർ തെരേസ പറയുന്നത്, സഹനമെന്നാൽ ക്രിസ്തുവിനെ ചുംബിക്കാനുള്ള അകലത്തിൽ നാം എത്തി എന്നതിൻ്റെ അടയാളമാണ് എന്നാണ്. കടലിന് ചുറ്റും പാറക്കെട്ടുകൾ കൊണ്ട് അതിർത്തി നിർമ്മിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ സഹനത്തിനും ദൈവം അതിര് വെച്ചിട്ടുണ്ട്. സഹനം ആസ്വദിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ കർത്താവായ രക്ഷകന്റെ കുരിശിലെ ഉദ്ദേശവും നമ്മുടെ സഹനത്തിൻ്റെ ഉദ്ദേശവും ഒന്നാകുമ്പോഴാണ്. അതെ, മനോഹരമായ മഴവില്ലിലേക്ക് സഞ്ചരിക്കുവാനുള്ള ദൂരങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും. ഓരോ ആത്മാവിനെ നശിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ് സഹനം. ഇല്ലായ്മ ചെയ്യുവാനല്ല, അതിൻ്റെ മൂല്യം പുറത്തു കൊണ്ടുവരാനാണ്. സഹനം ഏറ്റെടുക്കുന്നവരുടെ ഹൃദയത്തിലെല്ലാം ക്രിസ്തു വളരുന്നുണ്ട്. സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒരിക്കലും പതറരുത്, ദൈവത്തോട് പിറുപിറുക്കരുത്. കാരണം ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. ക്രിസ്തു ക്രൂശിലെ സഹനത്തോട് അടുത്തപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, പിതാവേ, എൻ്റെ ഇഷ്ടമില്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. നമ്മുടെ സഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെയും ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം.
ദൈവം അനുഗ്രഹിക്കട്ടെ.